ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സെന്റ് ജോസഫ് ലേസ് ബുട്ടീക്ക് പാവർട്ടി. നമ്മുടെ ഷോപ്പ് പാവർട്ടിയിലാണ് വരുന്നത്. പാവർട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഗുരുവായൂരടുത്ത് 5 കിലോമീറ്റർ മാറിയിട്ട് പാവർട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് സെന്റ് ജോസഫ് ലേസ് ബുട്ടീക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ വന്നിരിക്കുന്ന ടോപ്പാണ്. ടോപ്പിൽ ഇതുപോലെ നല്ല വൈഡ് നെക്കിൽ വന്നിരിക്കുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റിയ ടോപ്സ് ആണ് കേട്ടോ. എക്സലന്റ് ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. കമ്പനിയിൽ കണ്ടതുപോലത്തെ സെയിം തന്നെ മോഡൽ ടോപ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 220 രൂപയാണ്. 220 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. ഇതൊരു 46 ഇഞ്ചസോളം കുർത്തിയുടെ ലെങ്ത് വരുന്നുണ്ട്. നല്ല എക്സൽ എന്ന് പറയുമ്പോൾ തന്നെ നല്ല സൈസിലാണ് വന്നിരിക്കുന്നത്. 42 ഇഞ്ചസ് ആണ് ചെസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വയലൊക്കെ നല്ല ഫിനിഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ടോപ്പിൽ വെറും 220 രൂപ മാത്രമേ പ്രൈസ് വരുന്നത്. ചെസ്റ്റിൽ വന്നിരിക്കുന്ന വർക്കാണ് അതിന്റെ ഹൈലൈറ്റ്. നമ്മുടെ ഫേസിലേക്ക് നല്ല രസമായിട്ടുള്ള ഒരു ഗ്ലോ തരുന്ന നല്ലൊരു ഐറ്റാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ്. ഡാർക്ക് ബ്ലൂ കളർ ഷെയ്ഡ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലൈനിലടിക്കുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അടിപൊളിയാണ് കാണാനായിട്ട്. ഡാർക്ക് ബ്ലൂ കളർ ടോൺ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു മെർലിഷ് കളർ ഷെയ്ഡ്, മെർലിഷ് റെഡില് ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളർ ടോണില് ഇതേപോലെ തന്നെ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. 220 ആണ് പ്രൈസ് വരുന്നത്. എക്സൽ ഡബിൾ എക്സൽ സൈസും ആണ്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രേപ്പ് വൈൻ ആണ് കേട്ടോ. ഗ്രേപ്പ് വൈൻ കളർ ഷെയ്ഡില് പാറ്റേൺ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഡിസൈൻ മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. എക്സലും ഡബിൾ എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് നല്ലൊരു ചോക്ലേറ്റ് ടോൺ ആണ്. ലൈറ്റർ ചോക്ലേറ്റ് ടോണിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിക്കോക്ക് ബ്ലൂ ആണ്. പിക്കോക്ക് ബ്ലൂവിൽ സെയിം തന്നെ പാറ്റേൺ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ കളർ ടോൺ ആണ് കേട്ടോ. ഒലീവ് ഗ്രീനിൽ സെയിം പാറ്റേൺ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസ് വന്നിട്ട് 220 വരുന്നുള്ളൂ. എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡബിൾ എക്സൽ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ലൊരു കളർ ടോണുകളാണ് ഇതിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എല്ലാ മെഷീൻ എംബ്രോയിഡറിയിലെ ചെസ്റ്റ് ഫുൾ കവേർഡ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 46 ഇഞ്ചസോളം കുർത്തിയുടെ ലെങ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 240 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് പീച്ച് ടോൺ ആണ്. ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. മെറ്റീരിയൽ ഒരു ക്രഷ്ഡ് ഇഫക്റ്റ് ആണ് കൊടുത്തിരിക്കുന്ന മെറ്റീരിയലില്. എന്നാൽ സ്ട്രെച്ചബിൾ അല്ല കേട്ടോ. ഡബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ടോൺ ആണ്. എല്ലാം നമ്മുടെ എല്ലാ സ്കിൻ ടോണിനും മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് കളർ ടോണിലാണ്. സെയിം തന്നെ ഡിസൈൻ ആണ് കേട്ടോ. ഡിസൈനിൽ ചേഞ്ച് ഒന്നുമില്ല. സെയിം ഡിസൈനിൽ കളേഴ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 240 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. പേസ്റ്റൽ ഗ്രീനിനകത്ത് ഇതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പെയിൽ ബ്ലൂ ആണ് കേട്ടോ. പെയിൽ ബ്ലൂ കളർ ഷെയ്ഡാണ്. പെയിൽ ബ്ലൂവിലാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നല്ലൊരു ടോണാണ്. ഒരു ഡാർക്ക് പീച്ച് ടോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ഷെയ്ഡാണ്. എല്ലാവരുടെ ഫേസിലേക്ക് നിറപ്പ്. നെക്സ്റ്റ് വന്നിട്ട് മെറ്റീരിയലാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ടോപ്പ്, ബോട്ടം, ഷോള് വിത്ത് ലൈനിങ്. അതായത് ലൈനിങ്ങിന്റെ മെറ്റീരിയലും ബോട്ടത്തിന്റെ മെറ്റീരിയലും ടോപ്പിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഷോളും അങ്ങനെയായിട്ടുള്ള ഫുൾ സെറ്റ് ആണ് വന്നിരിക്കുന്നത്. 785 ആണ് പ്രൈസ് വരുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുന്നത് മെറ്റീരിയൽ അൺസ്റ്റിച്ചഡ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനകത്ത് ഞാനിങ്ങനെ നിർത്തി കാണിക്കുകയാണെങ്കിൽ ചിക്കൻ കാരിയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ പേസ്ട്രി ഡിസൈൻസ് ആണ് എംബ്ലിഷിൽ കൊടുത്തിരിക്കുന്നത്. സെന്റർ പീസ് ആണ് ഇതിനകത്ത് പേസ്ട്രി ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിൽ ബോർഡർ ടൈപ്പ് ആണ് ഡിസൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ലീവ് പ്ലെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈ പാറ്റേൺ വെച്ച് ഹാഫ് സ്ലീവ് ആണെങ്കിൽ കിട്ടും. ഇതേപോലെ തന്നെ അടിയിൽ നല്ലൊരു ബോർഡറിലാണ് അത് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അടിയിൽ നല്ലൊരു സ്കാലപ്ഡ് എൻഡിങ് ആണ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് വിത്ത് ബോർഡർ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഷോളാണ് വന്നിരിക്കുന്നത്. ഫുള്ളി വർക്ക്ഡ് ആയിട്ടുള്ള ആ ഷോളാണ് കേട്ടോ. ഇങ്ങനെ ബോർഡറിൽ നല്ലൊരു പേസ്ട്രി ഡിസൈൻ വെച്ച് എംബലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ടോപ്പിന്റെ മെറ്റീരിയൽ, ഷോള്, പിന്നെ വിത്ത് 4 മീറ്ററിൽ വന്നിരിക്കുന്ന പീസ്. അതായത് ലൈനിങ്ങിനും ബോട്ടത്തിനും കൂടിയിട്ടുള്ള പീസാണ്. 3 പീസ് സെറ്റിനാണ് 785 പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ തന്നെ വന്നിരിക്കുന്ന കളർ ചേഞ്ച് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. സെയിം തന്നെ ചിക്കൻ കാരി വർക്കിൽ വന്നിരിക്കുന്ന ടോപ്പിന്റെ മെറ്റീരിയൽ, ബോട്ടത്തിന്റെ മെറ്റീരിയൽ. ഇങ്ങനെയാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ബോർഡർ. അതിന്റെ കൂടെ വന്നിരിക്കുന്ന ഷോള് ഇതുപോലെയാണ് കേട്ടോ.
നല്ല രസമായിട്ടുള്ള ഷോളാണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബോർഡേഡ് ആയിട്ടുള്ള പേസ്ലി പാറ്റേൺ പോയിട്ടുണ്ട്, പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ആണ്, പക്ഷെ ഇതിൽ ഷോൾ ഡിഫറെന്റ് ആണ് കേട്ടോ. അതാണ് അതിന്റെ കളർ ചേഞ്ച്. പേസ്ലി പാറ്റേണിൽ തന്നെ പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. ചിക്കൻ കാരിയാണ് മെറ്റീരിയൽ. അതിന്റെ കൂടെ വന്നിരിക്കുന്ന ഷോൾ ഫുള്ളി മിറർ വർക്ക്ഡ് ആണ് കേട്ടോ. സ്പിയർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി മിറർ വർക്ക് ആയിട്ടുള്ള ഷോളാണ്. ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വന്നിരിക്കുന്നത്. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഇതിനകത്തുണ്ട്. അതിന്റെ ഷോള് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 785 ആണ്. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വരുമ്പോഴുള്ള ഒരുപാട് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം.